അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഏറ്റവും ശ്രേഷ്ഠമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്യുന്ന ഈ രാത്രിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ രാത്രിയിൽ അള്ളാഹു എല്ലാവർക്കും പാപമോചനം നൽകും. എന്നാൽ രണ്ടു കൂട്ടർക്കൊഴികെ. ശിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ, മനസ്സിൽ അസൂയയും പകയും വെച്ചു പുലർത്തുന്നവർ. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ ക്ലിയറാക്കുക. അൽഹംദുലില്ലാ, ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ സംസാരത്തിൽ അതീവ ജാഗ്രത വേണം. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ചരിത്രം: രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ തന്റെ അയൽക്കാരെ നാവുകൊണ്ട് വേദനിപ്പിച്ചിരുന്നതിനാൽ നരകത്തിലാണെന്നാണ് നബി അരുളി ചെയ്തത്. അതുകൊണ്ട് ആരുടെയും വ്യക്തിഹത്യ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത് പ്രകാരം മഗ്രിബിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 3 യാസീൻ ഓതുക. മരിച്ചവർക്കും വേണ്ടി സൂറത്തു ദുഖാൻ ഓതുക. ഇശായ്ക്ക് ശേഷം കൂടുതൽ പ്രാർത്ഥനകൾക്കും സമയം കണ്ടെത്തുക. മരണപ്പെട്ട നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. റമദാനിന് മുൻപുള്ള ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് വലിയ പുണ്യമാണ്. ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ 70 വർഷത്തെ ദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ അകറ്റുമെന്ന് ഹദീസിലുണ്ട്. ഇൻഷാ അല്ലാഹ്, ഈ പുണ്യകർമ്മം ചെയ്യാൻ നമുക്ക് നിയ്യത്ത് ചെയ്യാം. ഈ പുണ്യരാത്രിയെ നാം വെറുതെ കളയരുത്. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. ആമീൻ. ബറാഅത്ത് രാവിലോതുന്ന 3 യാസീനുകൾക്ക് ശേഷം പൊതുവെ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുആ: അല്ലാഹുമ്മ യാ ദൽ മന്ന വലാ യുമന്ന അലൈഹി, യാ ദൽ ജലാൽ വൽ ഇക്റാമി, യാ ദൽ തൗൽ വൽ ഇനാമി, ലാ ഇല്ലാഹ ഇല്ലാ അന്ത, തുഹ്റ അൽ ലജീഇൻ വജാറ അൽ മുസ്തജിരിൻ വ അമാൻ അൽ ഖായിഫീൻ. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനി ഇൻദക ഫീ ഉമ്മിൽ കിതാബ് ശഖിയൻ ഔ മഹ്റൂമൻ أو مطرودا أو مقترا علي في الرزق فامحو. اللهم بفضلك شقاوتي وحرماني وطردي وإقطار رزقي وأثبتني عندك في أم الكتاب. അല്ലാഹുവേ, നീ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാണ്, നിനക്കാരും ഉപകാരം ചെയ്യാനില്ല. പ്രതാപവും ബഹുമാനവും ഉള്ളവനെ, അളവറ്റ ഔദാര്യവും അനുഗ്രഹവും നൽകുന്നവനെ, അഭയം തേടുന്നവർക്ക് താതാങ്ങും രക്ഷ ചോദിക്കുന്നവർക്ക് കാവലും ഭയപ്പെടുന്നവർക്ക് സമാധാനവും നൽകുന്നവനായ നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അല്ലാഹുവേ, നിന്റെ പക്കലുള്ള മൂലഗ്രന്ഥത്തിൽ എന്നെ ദൗർഭാഗ്യവാനായോ, അനുഗ്രഹം തടയപ്പെട്ടവനായോ, ആട്ടിയകറ്റപ്പെട്ടവനായോ, ഉപജീവനത്തിൽ ഞെരുക്കമുള്ളവനായോ ആണ് നീ രേഖപ്പെടുത്തിയതെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് ആ ദൗർഭാഗ്യത്തെയും ദാരിദ്ര്യത്തെയും നീ മായ്ച്ചു കളയണമേ. പകരം എന്നെ സൗഭാഗ്യവാനായും ഉപജീവനം നൽകപ്പെട്ടവനായും നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചവനായും നീ രേഖപ്പെടുത്തണമേ.